വഖഫ് ബിൽ വരുമ്പോൾ ഞങ്ങൾക്കൊരു ചോദ്യമുണ്ട്. ഇന്ത്യയിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ മാത്രം എന്തുകൊണ്ടിങ്ങനെ സർക്കാർ നിയന്ത്രണത്തിൽ എല്ലാ കാലവും? അതിന് ബ്രിട്ടീഷുകാരെ പഴിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ മേൽനോട്ടം ഹൈന്ദവർക്ക് തന്നെ നൽകണം. മറ്റ് മതസമുദായ ആരാധനാലയങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ നിലവിൽ? ദേവസ്വം ബോർഡ് പോലെ രാജ്യത്ത് എവിടെയെങ്കിലും ക്രിസ്ത്യൻ ബോർഡുണ്ടോ പള്ളി ഭരണം നിയന്ത്രിക്കാൻ? ഇല്ല. അപ്പോൾ എന്തിനാണ് ഈ പക്ഷഭേദമെന്നാണ് അറിയേണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമൻ്റായി രേഖപ്പെടുത്തിയാലും. തിരുപ്പതി ക്ഷേത്രത്തിൽ ഭക്തർക്ക് വിളമ്പുന്ന പ്രസാദത്തിൽ മൃഗക്കൊഴുപ്പുണ്ട് എന്ന ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ വെളിപ്പെടുത്തൽ ക്ഷേത്ര മാനേജ്മെൻറ്റിനെതിരെയും മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ YSRP സർക്കാരിനെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. അവിടെ നിന്നും ഇന്ത്യയിലെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ നിയന്ത്രണത്തിലും സർക്കാരിൻ്റെ ഇടപെടൽ അവസാനിപ്പിക്കാനുള്ള ആഹ്വാനങ്ങൾക്കിതാ ശക്തി പ്രാപിച്ചിരിക്കുന്നു. ക്ഷേത്രങ്ങളുടെ മേലുള്ള സർക്കാർ നിയന്ത്രണം ഇനിയെങ്കിലും അവസാനിപ്പിക്കാൻ വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകൾ ഇപ്പോൾ സജീവമായി രംഗത്തുണ്ട്. സമുദായം നടത്തുന്ന ബോർഡുകളിലൂടെയും സ്വകാര്യ ട്രസ്റ്റുകളിലൂടെയും സ്വന്തം ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പോലെയല്ല ഹിന്ദുക്കളും സിഖുകാരും ജൈനരും ബുദ്ധരും ഈ രാജ്യത്ത്. ഇവരുടെ ആരാധനാലയങ്ങൾ നടത്തുന്ന മാനേജ്മെൻറ്റുകളിൽ സർക്കാരിൻ്റെ നിയന്ത്രണം കടുത്തതാണ്. പല സംസ്ഥാന സർക്കാരുകളും അമിതമായി ഇടപെടുന്നു, ഇവരുടെ സ്വത്ത് കൈക്കലാക്കുന്നു. പല സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികളായി സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ബോർഡുകളിലൂടെയും ട്രസ്റ്റുകളിലൂടെയും ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളിൽ സർക്കാർ ഗണ്യമായ ഇടപെടലാണ് ഉറപ്പാക്കുന്നത്. ഒരിക്കലും സർക്കാർ അത് കൈവിട്ടു കൊടുക്കില്ല. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പ്, ചെലവുകൾ, വരുമാനം എന്നിവയെ ബന്ധപ്പെട്ട് ധാരാളം നിയമങ്ങളുണ്ട് സർക്കാർ വക. തിരുപ്പതി ക്ഷേത്രം നിയന്ത്രിക്കുന്ന തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങളുടെ കാര്യത്തിൽ പോലും അതിൻ്റെ തലവനെ നിയമിക്കുന്നത് ആന്ധ്രാപ്രദേശ് സർക്കാരാണ്. സർക്കാർ നിയന്ത്രണത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള മറ്റൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ ക്ഷേത്രങ്ങളെ കൈകാര്യം ചെയ്യാൻ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊരു ബോർഡ് നിലവിലുണ്ട്. ഓർക്കണം, തമിഴ്നാട്ടിലെ DMK സർക്കാർ മതവിശ്വാസികളല്ല, പക്ഷേ ഹൈന്ദവ ക്ഷേത്രങ്ങൾ അവർക്ക് വേണം. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കേരളം, മഹാരാഷ്ട്ര, ഒഡീഷ, ഹിമാചൽ പ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിനെ നിയന്ത്രിക്കാൻ വെവ്വേറെ നിയമങ്ങളുണ്ട്. ഇന്ത്യയിലെ 30 ലക്ഷം ആരാധനാലയങ്ങളിൽ ഭൂരിഭാഗവും ഹിന്ദു ക്ഷേത്രങ്ങളാണ്. ഈ ക്ഷേത്രങ്ങൾക്ക് ഭൂമിയുടെയും സമ്പത്തിൻ്റെയും രൂപത്തിൽ ഗണ്യമായ സ്വത്തുണ്ട്. പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തിയപ്പോൾ വൻ സമ്പത്തിനുള്ള ഈ സാധ്യത സർക്കാർ മേൽനോട്ടത്തിനുള്ള ഒരു അടിത്തറയായി അവർ കണ്ടു. 1810 മുതൽ 1817 വരെ ബംഗാൾ, മദ്രാസ്, ബോംബെ എന്നിവിടങ്ങളിലെ പ്രസിഡൻസികളിൽ ക്ഷേത്രഭരണത്തിൽ ഇടപെടാനുള്ള അവകാശം നൽകുന്ന നിയമങ്ങളുടെ ഒരു പരമ്പര തന്നെ അവർ നടപ്പാക്കി. എന്നാൽ ക്രിസ്ത്യനാഭിമുഖ്യമുള്ള സർക്കാർ ഹിന്ദു ക്ഷേത്രങ്ങൾ നടത്തുന്നതിൽ ഒരു എതിർപ്പ് ആ സമയത്തുയർന്നു. ഇതേ തുടർന്ന് 1863 റിലീജിയസ് എൻഡോവ്മെൻറ്റ് ആക്ട് നിയമപ്രകാരം ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം നിയമപ്രകാരം നിയോഗിച്ച കമ്മിറ്റികളിലേക്ക് കൈമാറി. ഇതോടൊപ്പം ക്ഷേത്രഭരണത്തിന് മേലുള്ള ജുഡീഷ്യൽ അധികാരപരിധി സിവിൽ പ്രൊസീജിയർ കോഡും ഒഫീഷ്യൽ ട്രസ്റ്റീസ് ആക്ടും ക്ഷേത്രങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു ബ്രിട്ടീഷ് സർക്കാർ. ഒടുവിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ബ്രിട്ടീഷുകാർ ക്ഷേത്രങ്ങളുടെ മേൽ പ്രയോഗിച്ച നിയമനിർമ്മാണ നിയന്ത്രണത്തിൻ്റെ ഭൂരിഭാഗവും ഓരോ സംസ്ഥാനങ്ങളിലെ സർക്കാരും നിലനിർത്തി. കാരണം അതായിരുന്നു സംസ്ഥാനങ്ങൾക്ക് ലാഭകരം. 1925 നിയമം അടിസ്ഥാനമാക്കിയാണ് വിവിധ സംസ്ഥാനങ്ങൾക്ക് ക്ഷേത്രങ്ങളുടെ മേലുള്ള നിയന്ത്രണം നടപ്പാക്കിയത്. 51 മദ്രാസ് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ് ആക്ടാണ് ആദ്യമായി നടപ്പാക്കിയ ഇത്തരത്തിലൊന്ന്. ഈ സമയം ബീഹാറിലും സമാനമായൊരു നിയമം കൊണ്ടുവന്നു. എന്നാൽ പിന്നീട് മദ്രാസ് നിയമം പല കോടതികളിലും ചോദ്യം ചെയ്യപ്പെട്ടു. ഇതേ തുടർന്ന് അത് റദ്ദാക്കി 59 കുറച്ച് പരിഷ്കാരങ്ങൾ ഉൾപ്പെടുത്തി പുതിയ നിയമം വന്നു. ഈ സമയത്ത് തന്നെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിൽ സർക്കാർ ഇടപെടുന്നതിനെതിരെ എതിർപ്പുകൾ ഉയർന്നു തുടങ്ങി. 59 ക്ഷേത്രഭരണം സമുദായത്തിന് തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് RSS ആദ്യ പ്രമേയം പാസാക്കി. ക്ഷേത്രങ്ങളുടെ നിയന്ത്രണത്തിനായി ദക്ഷിണേന്ത്യയിലെ മതനേതാക്കളുടെ പ്രതിഷേധത്തിന് മുമ്പായിരുന്നു ഈ പ്രമേയങ്ങൾ പാസാക്കിയത്. 70കളുടെ തുടക്കം മുതൽ VHP ഈ വിഷയം വിവിധ തലത്തിൽ ഉന്നയിച്ചു വരുന്നു. 2021 ക്ഷേത്രങ്ങളെ സർക്കാർ നിയന്ത്രണത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേന്ദ്ര നിയമം ആവശ്യപ്പെടുന്ന പ്രമേയവും VHP പാസാക്കി. ഇപ്പോൾ വീണ്ടും ഹൈന്ദവ സംഘടനകൾ തെരുവിലിറങ്ങേണ്ടി വന്നിരിക്കുന്നു. ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ചുമതലയും ഭരണവും മാത്രം എന്തിന് സംസ്ഥാന സർക്കാരുകൾ ഇങ്ങനെ കുത്തകയാക്കുന്നു? എത്രയും വേഗം അത് ഹൈന്ദവ സംഘടനകൾക്ക് കൈമാറണമെന്നാണ് ആവശ്യം. ഹിന്ദു ക്ഷേത്രങ്ങൾ കൈയടക്കി വച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾക്കെതിരെ മോദി സർക്കാർ നടപടി കൊണ്ടുവരുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ.